Hi dear JEE main and advanced aspirants, welcome to Xylem Learning. ഫിസിക്സിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വൺ ഓഫ് ദ പവർഫുൾ മാത്തമാറ്റിക്കൽ ടൂളാണ് ഇൻ്റഗ്രേഷൻ. ഇപ്പോൾ ഫിസിക്സിൽ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ ആ പ്രോബ്ലം ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് ഫർദർ സോൾവ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്, ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിൻ്റെ ആ ഒരു കൺസെപ്റ്റ് എന്താണ്, അതിൻ്റെ ഒരു സോൾ എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു വീഡിയോ ലെക്ചർ സീരീസ് ആയിരുന്നു ഇത്. അതിൻ്റെ മൂന്നാമത്തെയും അവസാനത്തെയും എപ്പിസോഡാണിത്. സോ നമുക്കൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. സി എ സോളിഡ് ബോൾ ഓഫ് റേഡിയസ് ആർ ഹാസ് എ ചാർജ് ഡെൻസിറ്റി റോ ഇസ് ഗിവൺ ബൈ. ആ ബോളിന്റെ ചാർജ് ഡെൻസിറ്റി ആണ് തന്നത്. ചാർജ് ഡെൻസിറ്റി, ചാർജ് പെർ യൂണിറ്റ് വോളിയം, ബിക്കോസ് അത് ഒരു 3-dimensional ഷേപ്പുള്ള സോളിഡ് ബോൾ ആണ്. ദ ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു R0 ഇൻറ്റു R0 കോൺസ്റ്റന്റ് ആണ് 1 മൈനസ് സ്മോൾ ലെറ്റർ ആർ ഡിവൈഡ് ബൈ ക്യാപിറ്റൽ ആർ. അതിൽ ക്യാപിറ്റൽ ആർ റേഡിയസ് ആണ്, സ്മോൾ ലെറ്റർ ആർ റേഡിയസിനേക്കാൾ ചെറുതും 0-നേക്കാൾ വലുതുമാണ്. എന്ന് വെച്ചാൽ അതിന്റെ ഉള്ളിലേക്കുള്ള ഒരു പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ആർ എന്ന് പറഞ്ഞാൽ ഞാൻ വരച്ച് കാണിച്ചു തരാം. ദ ഇലക്ട്രിക് ഫീൽഡ് ഔട്ട്സൈഡ് ഓഫ് ദ ബോൾ ഈസ്. അപ്പോൾ ഒരു സോളിഡ് സ്ഫിയറിന്റെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ നമുക്ക് അറിയാം. ഔട്ട്സൈഡ് ദ ബോൾ ആണെങ്കിൽ ഇപ്പോൾ ഇതൊരു സോളിഡ് സ്ഫിയർ ആണ്, യൂണിഫോംലി ചാർജ് ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്, ഇതിലെ ചാർജ് Q ആണെങ്കിൽ സെന്ററിന് ഔട്ട്സൈഡിലേക്കുള്ള ഒരു ഡിസ്റ്റൻസ്, ഔട്ട്സൈഡ് പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് സ്മോൾ ലെറ്റർ ആർ. ഒരു വേറൊരു ആറാണ്, ഇവിടെ പറഞ്ഞ ആറല്ല ഞാൻ ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. ഇത് ഒരു സോളിഡ് സ്ഫിയറിന്റെ സെന്ററിൽ നിന്നും ഒരു ഔട്ട്സൈഡ് പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ആറ്. അങ്ങനെയെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ദിസ് ചാർജ് സ്ഫിയർ ഇസ് ഈക്വൽ ടു 1/4πε0 Q ഡിവൈഡഡ് ബൈ R². ഇത് എല്ലാവർക്കും അറിയുന്ന ഇക്വേഷൻ ആണ്. പക്ഷെ ഇവിടെ ഡയറക്റ്റ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് ഇവിടെ ചാർജ് തന്നിട്ടില്ല, ചാർജ് ഡെൻസിറ്റി ആണ് തന്നത്, ചാർജ് പെർ യൂണിറ്റ് വോളിയം. മാത്രവുമല്ല അത് കോൺസ്റ്റന്റ് അല്ല. ഇപ്പൊ നോക്കൂ, ഇതാണ് സ്ഫിയർ. സ്ഫിയറിന്റെ ഇവിടെ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യാം. ആ പോയിന്റ് സ്ഫിയറിന്റെ ഉള്ളിലുള്ള ഒരു പോയിന്റ് കൺസിഡർ ചെയ്യാം. അത് സർക്കംഫേസ് ആവുന്ന ഒരു സ്ഫിയർ വരയ്ക്കുക. സ്ഫിയറിന്റെ ഉള്ളിൽ ഒരു സ്ഫിയർ വരയ്ക്കുക. ഇത്രയും പോർഷനിൽ വരുന്ന അത്രയും സ്ഫിയറിന്റെ ഉള്ളിലുള്ള ഒരു ചെറിയ സ്ഫിയറിന്റെ ചാർജ് ഡെൻസിറ്റി കിട്ടാൻ ρ0 ഒരു കോൺസ്റ്റന്റ് ഇൻറ്റു 1 മൈനസ് ഞാൻ കൺസിഡർ ചെയ്ത ഉള്ളിലുള്ള സ്ഫിയറിന്റെ റേഡിയസ് സ്മോൾ ലെറ്റർ ആർ, ദെൻ ടോട്ടൽ റേഡിയസ് ഓഫ് ദ സ്ഫിയർ. അപ്പോൾ 1 മൈനസ് R/R. അപ്പോൾ കുറച്ചും കൂടെ വലുപ്പത്തിലുള്ള ഒരു സ്ഫിയർ ആണ് ഞാൻ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, കുറച്ചും കൂടെ വലുപ്പത്തിലുള്ള ഒരു സ്ഫിയർ കൺസിഡർ ചെയ്യാം, കുറച്ചും കൂടെ വലിയ സ്ഫിയർ കൺസിഡർ ചെയ്യാം. അപ്പോൾ സെന്ററിൽ നിന്ന് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, സർഫസിൽ എത്തിയിട്ടില്ല. അപ്പോൾ ഈ ആർ സ്മോൾ ലെറ്റർ ആർ കൂടി. അപ്പോൾ സ്മോൾ ലെറ്റർ ആർ കൂടിയാൽ 1 മൈനസ് R/R. അപ്പോൾ 1 മൈനസ് R/R, ഇവിടെ സ്മോൾ ലെറ്റർ ആർ കൂടി കഴിഞ്ഞാൽ R/Rന്റെ വാല്യൂ കൂടും. R/Rന്റെ വാല്യൂ കൂടിയാൽ 1 മൈനസ് R/R ചെയ്യുന്ന സമയത്ത് മൊത്തത്തിൽ വാല്യൂ കുറയും. അപ്പോൾ ചാർജ് ഡെൻസിറ്റി കുറയും, വാരി ചെയ്യും ചാർജ് ഡെൻസിറ്റി. അപ്പോൾ ചാർജ് ഡെൻസിറ്റി എന്തല്ല, കോൺസ്റ്റന്റ് അല്ല. സ്ഫിയറിന്റെ ഉള്ളിൽ നിന്ന് നമ്മളൊരു ചെറിയ പീസ് കട്ട് ചെയ്തെടുത്താലും, സർഫസിൽ നിന്ന് ഒരു ചെറിയ ഒരു പീസ് കട്ട് ചെയ്തെടുത്താലും, ഐഡന്റിക്കൽ പീസ് കട്ട് ചെയ്തെടുത്താലും രണ്ടിലെയും ഉള്ള ചാർജ് സെയിം ആയിരിക്കില്ല. രണ്ടിന്റെയും ചാർജ് ഡെൻസിറ്റിയും സെയിം അല്ല, രണ്ടിന്റെയും ചാർജും സെയിം അല്ല. യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ചാർജ് ആണെങ്കിൽ ഈ സ്ഫിയറിന്റെ ഏത് ഭാഗത്തു നിന്നും ഐഡന്റിക്കൽ ഷേപ്പുകൾ കട്ട് ചെയ്തെടുത്താൽ അതിനൊക്കെ സെയിം ചാർജ് ആയിരിക്കും, ബിക്കോസ് ചാർജ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. അപ്പോൾ ഒരു സിമിലർ പീസ് നമ്മൾ ഏത് ഭാഗത്ത് കൺസിഡർ ചെയ്താലുള്ള ചാർജ് സെയിം ആയിരിക്കും. ബട്ട് നോൺ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ആണ്. പക്ഷെ ആ നോൺ യൂണിഫോമിന് ഒരു യൂണിഫോമിനിറ്റി ഉണ്ട്. ആ എങ്ങനെയാണ് ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്, എങ്ങനെയാണ് ചാർജ് ഡെൻസിറ്റി വാരി ചെയ്യുന്നത് എന്നുള്ള കൃത്യമായ ഇക്വേഷൻ ബേസ്ഡ് ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പൊ ഇത് വെച്ചിട്ട് വേണം നമ്മൾ ചാർജ് കണ്ടുപിടിക്കാൻ. ചാർജ് കണ്ടുപിടിച്ചിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വേണം നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ. ചാർജ് കണ്ടുപിടിക്കുമ്പോൾ ചെറിയൊരു പ്രശ്നമുണ്ട്. നോർമലി നമുക്ക് ചാർജ് ഡെൻസിറ്റി തന്നു കഴിഞ്ഞാൽ ചാർജ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യുക, ചാർജ് ഡെൻസിറ്റി ഇൻറ്റു വോളിയം ഓഫ് ദ സ്ഫിയർ. പക്ഷേ ഈ ടോട്ടൽ വോള്യത്തിലും ഇതിന്റെ മുഴുവൻ വോള്യത്തിൽ എല്ലാ സ്ഥലത്തും ഒരേ ചാർജ് ഡെൻസിറ്റി അല്ല. നമ്മൾ ടോട്ടൽ വോള്യം കൊണ്ട് ചാർജ് ഡെൻസിറ്റിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ ടോട്ടൽ വോള്യം എന്ന് പറയുമ്പോൾ ഇതിന്റെ മൊത്തം വോള്യമാണ്. ഇതിന്റെ മൊത്തം വോള്യത്തിലുള്ള ചാർജ് ഡെൻസിറ്റി, എല്ലാ ഭാഗത്തുമുള്ള ചാർജ് പെർ യൂണിറ്റ് വോള്യം കോൺസ്റ്റന്റ് അല്ല. ഇത് കോൺസ്റ്റന്റ് അല്ല, ഇത് ഫംഗ്ഷൻ ആണ് അല്ലേ. ചാർജ് ഡെൻസിറ്റി ഈസ് എ ഫംഗ്ഷൻ. അപ്പോൾ ഫംഗ്ഷൻ ആയിട്ട് നമുക്കൊരു വാല്യൂ തരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിന്റെ പോക്ക് എങ്ങോട്ടാന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. അപ്പോൾ അതൊരു ഫംഗ്ഷൻ ആണ്. ഇനി നമുക്ക് ചാർജ് ഡെൻസിറ്റി യൂസ് ചെയ്തിട്ട് ചാർജ് കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടെ ചാർജ് ഡെൻസിറ്റി വാരിങ് ആയതുകൊണ്ട്, വിത്ത് റെസ്പെക്ട് ടു ഡിസ്റ്റൻസ് ഫ്രം ദ സെന്റർ ഓഫ് ദ സ്ഫിയർ, ചാർജ് ഡെൻസിറ്റി ഇറ്റ്സെൽഫ് വാരി ചെയ്യുന്നത് കൊണ്ട് ടോട്ടൽ വോള്യത്തിൽ എല്ലായിടത്തും ഒരേ ചാർജ് ഡെൻസിറ്റി അല്ലാത്തത് കൊണ്ട് നമുക്ക് ഡയറക്റ്റ് ഇങ്ങനെ എഴുതാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ, ചാർജ് ഡെൻസിറ്റി കോൺസ്റ്റന്റ് ആവുന്ന ചെറിയൊരു ചാർജ് ഡെൻസിറ്റി അപ്രോക്സിമേറ്റ്ലി കോൺസ്റ്റന്റ് ആവുന്ന ചെറിയൊരു ഏരിയ കൺസിഡർ ചെയ്യണം, ചെറിയൊരു പോർഷൻ കൺസിഡർ ചെയ്യണം. അതിന്റെ ചാർജ് ഡെൻസിറ്റി കണ്ടെത്തിയിട്ട് നമ്മൾ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടി വരും. സി നോക്ക്, ഇതാണോ വലിയ സ്ഫിയർ, സോളിഡ് സ്ഫിയർ ആണ്. ഓക്കെ, സപ്പോസ് ഇതൊരു വലിയ സോളിഡ് സ്ഫിയർ ആണ് അസ്യൂം ചെയ്യാം. ഞാൻ ഒരു ട്രാൻസ്പെറന്റ് ആയിട്ട് ഉള്ളിൽ ഒരു ചെറിയ ഭാഗം കൺസിഡർ ചെയ്യുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു ഡയഗ്രം വെച്ചത്. സി ഇതിന്റെ ഉള്ളിൽ ഒരു വലിയ സ്ഫിയറിന്റെ ഉള്ളിൽ നമ്മളൊരു ചെറിയ പോർഷൻ കൺസിഡർ ചെയ്യുക. ഇതാണ് ആ ചെറിയ പോർഷൻ. അപ്പോൾ ഉള്ളിലുള്ള ചെറിയ പോർഷനാണ് ഇത്. സ്ഫിയറിന്റെ സെന്ററിന്ന് ഈ ചെറിയ പോർഷന്റെ ആവറേജ് റേഡിയസ് വരുന്നത് സ്മോൾ ലെറ്റർ ആർ ആണ്. ഓക്കെ,
അപ്പോൾ ഈ പോർഷനിൽ ഇത്രയും ചെറിയ പീസ്, അതായത് ഒരു സ്ഫിയറിന്റെ സോളിഡ് സ്ഫിയറിന്റെ അകത്ത് നമ്മൾ ഒരു ഹോളോ സ്ഫിയർ കൺസിഡർ ചെയ്യുക, ഒരു സ്ഫിയറിന്റെ ലെയർ കൺസിഡർ ചെയ്യുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഉള്ളി അസ്യൂം ചെയ്യുക. ഉള്ളി ഒരു സോളിഡ് സ്ഫിയർ ആയിട്ട്, നമുക്ക് സ്ഫിയർ അല്ല, ഒരു സോളിഡ് സ്പെറിക്കൽ ഷേപ്പായിട്ട് അസ്യൂം ചെയ്യുകയാണെങ്കിൽ ആ സോളിഡ് സ്ഫിയർ ഉണ്ടാക്കിയിരിക്കുന്ന കുറേ ലെയർ ഉണ്ടാകും. നമ്മൾ ഓരോന്നും ഇങ്ങനെ പൊളിച്ചെടുത്ത് അവസാനം അത് കാലിയാവും. അപ്പോൾ ആ സ്ഫിയർ ഉണ്ടായിരിക്കുന്ന ഓരോരോ ലെയർ ഹോളോ സ്ഫിയർ. ഇപ്പോൾ ഒരു ഉള്ളിയുടെ ഒരു ലെയർ എന്ന് പറഞ്ഞാൽ ഒരു ഹോളോ സ്ഫിയർ ആണ്. അതിന്റെ മുകളിൽ ഒരു ഹോളോ സ്ഫിയർ, അതിന്റെ മുകളിൽ ഒരു ഹോളോ സ്ഫിയർ, അതിന്റെ മുകളിൽ ഒരു ഹോളോ സ്ഫിയർ, അങ്ങനെ അട്ടിക്ക് വെച്ചിട്ടാണ് അത് ടോട്ടൽ ഒരു സ്പെറിക്കൽ ഷേപ്പ് ആവുന്നത്. അപ്പോൾ ഞാൻ ഈ സ്ഫിയറിന്റെ ഉൾഭാഗത്തുനിന്ന് എടുത്ത ഒരു ഹോളോ പാർട്ടാണിത്. ഓക്കെ, അതിന്റെ റേഡിയസ് ആണ്. അപ്പോൾ ആ ചെറിയ സ്ഫിയറിൽ ഉൾക്കൊള്ളുന്ന ചാർജ് dq is equal to ചാർജ് ഡെൻസിറ്റി ഇൻറ്റു ആ ചെറിയ പോർഷന്റെ വോള്യം. ഇത് വളരെ ചെറിയ പോർഷൻ ആയതുകൊണ്ട് ഇത്രയും വോള്യം വരുന്ന, അതായത് ഉൾഭാഗം എം ടി ആട്ടോ, ഇതിന്റെ തിക്നെസ്സും ഏരിയയും മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഈ ലെയർ ഓഫ് സ്ഫിയറിന്റെ വോള്യം കിട്ടും, ഹോളോ പാർട്ടിന്റെ വോള്യം കിട്ടും. അപ്പോൾ ആ വോള്യം വളരെ ചെറിയൊരു സെഷനിലാണ്, റേഡിയസിന്റെ വളരെ ചെറിയൊരു പാർട്ട് സെഷനിലാണ് നമ്മൾ ആ സ്ഫിയർ കൺസിഡർ ചെയ്തത്. അപ്പോൾ അതിന്റെ വോള്യം വളരെ ചെറിയ പാർട്ടിലായതുകൊണ്ട്, വാരിയേഷൻ വളരെ ചെറുതായതുകൊണ്ട് ആ ഭാഗത്തുള്ള ഡെൻസിറ്റി അസ്യൂം ടു ബി കോൺസ്റ്റന്റ്. എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഡെൻസിറ്റി വിച്ച് മീൻസ് ചാർജ് ഡെൻസിറ്റി. അപ്പോൾ dq നോക്കൂ, dq is equal to ചാർജ് ഡെൻസിറ്റി ρ0 into 1 minus small letter r divided by capital letter R into വോള്യം. അപ്പോൾ സ്മോൾ ലെറ്റർ ആർ എന്ന് പറഞ്ഞാൽ ഞാൻ കൺസിഡർ ചെയ്ത ഒരു സോളിഡ് സ്ഫിയറിന്റെ ഉള്ളിലുള്ള ഉൾഭാഗത്തുള്ള അതിന്റെ റേഡിയസിനേക്കാൾ ചെറിയ റേഡിയസ് ഉള്ള ഒരു ഹോളോ സ്ഫിയർ അതിൻ്റെ ഉള്ളിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നോക്കൂ, ഇതിന്റെ ഹോളോ സ്ഫിയറിന്റെ ഇന്നർ പാർട്ടും ഔട്ടർ പാർട്ടും തമ്മിലുള്ള ഈ ഗ്യാപ്പ് ഇത് വളരെ 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 ചെറുതായിരിക്കും. ദിസ് ഇസ് dr. കാരണം റേഡിയസിന്റെ മുകളിലുള്ള ചെറിയ സെഷനാണിത്, വിച്ച് ഈസ് കൺസിഡർ ടു ബി dr. അത് വളരെ ചെറുതായിരിക്കും. dr വളരെ ചെറുത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഈ പോയിന്റ്, ഇതിന്റെ ഇന്നർ പോയിന്റിലേക്കുള്ള റേഡിയസും ഔട്ടർ പോയിന്റിലേക്കുള്ള റേഡിയസും ഇങ്ങനെ ഇത്രയും ഡിഫറൻസ് ഡയഗ്രത്തിൽ കാണുന്നുണ്ടെങ്കിലും അത്രയൊന്നുമില്ല, വളരെ ചെറുതാണെന്ന് പറയുമ്പോൾ ചാർജ് ഡെൻസിറ്റി വാരി ചെയ്യുന്ന ആറിനനുസരിച്ചാണ്. അപ്പോൾ ഇവിടെ ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ അവിടെ ഒരു ചാർജ് ഡെൻസിറ്റി കിട്ടും. പിന്നെ ഔട്ടർ റേഡിയസിലേക്ക് നമ്മൾ ഔട്ടർ റേഡിയസ് കൺസിഡർ ചെയ്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മറ്റൊരു വാല്യൂ കിട്ടുക. പക്ഷേ ഈ ഇന്നർ റേഡിയസും ഔട്ടർ റേഡിയസും നമ്മുടെ ഡിഫറൻസ് വളരെ ചെറുതാണ്. അപ്രോക്സിമേറ്റ്ലി ഇന്നർ റേഡിയസും ഔട്ടർ റേഡിയസും സെയിം തന്നെയാണ്, പോയിന്റിലെ ചെറിയ വ്യത്യാസമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ രണ്ട് വാല്യൂ കൊടുത്താലും നമുക്ക് ഈ ചാർജ് ഡെൻസിറ്റി ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. പക്ഷേ നമ്മൾ എടുക്കുന്ന ആ സോളിഡ് സ്ഫിയറിന്റെ ആ തിക്നെസ് കട്ടി വലുതാവുന്നതിനനുസരിച്ച് ചാർജ് ഡെൻസിറ്റിയിൽ വ്യത്യാസം വരും. അപ്പോൾ നമുക്ക് dq കിട്ടാൻ വേണ്ടി ഏറ്റവും ചെറിയ dr എത്രത്തോളം ചെറുതാക്കാൻ പറ്റുമോ അത്രയും ചെറുതാക്കിയിട്ടാണ് നമ്മൾ ഈ ഇക്വേഷൻ എഴുതുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇതിന്റെ വോള്യം എഴുതാം. വോള്യം ഈസ് ഈക്വൽ ടു സർഫസ് ഏരിയ ഇൻറ്റു തിക്നെസ്. ഇതൊരു ഹോളോ സ്ഫിയർ ആണ്. ഹോളോ സ്ഫിയറിന്റെ തിക്നെസ് വളരെ ചെറുതാണ്. അപ്പോൾ ഹോളോ സ്ഫിയറിന്റെ സർഫസ് ഏരിയനെ ഈ തിക്നെസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് അതിന്റെ വോള്യം കിട്ടും. സർഫസ് ഏരിയ 4π സ്മോൾ ലെറ്റർ r² ഇൻറ്റു തിക്നെസ് dr. കോൺസ്റ്റന്റ് ടേമിനൊക്കെ പുറത്തേക്ക് വെച്ചാൽ dq ഈസ് ഈക്വൽ ടു ρ0 പുറത്തു വെച്ചു, 4π പുറത്തു വെച്ചു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, 1 into r² dr, that is r² dr minus r by r into r² dr, that is r³ divided by r into dr. So integrating on both sides, so ഇവിടെ total charge of the sphere കിട്ടും, that is ρ0 into 4π integral r² dr minus integral r³ divided by r into dr. Integrating from 0 to capital letter R, because അതിന്റെ ഏറ്റവും ഉൾഭാഗം എടുക്കുകയാണെങ്കിൽ റേഡിയസ് 0 ആണ്. ഏറ്റവും ഔട്ടർ സർഫസിലേക്ക് വരുമ്പോൾ റേഡിയസ് അതിന്റെ ആക്ച്വൽ റേഡിയസ് വരും, ദാറ്റ് ഇസ് ക്യാപിറ്റൽ ലെറ്റർ R. 0 to R. ഇന്റഗ്രേഷന്റെ സിമ്പിൾ ചെറുതായിട്ടൊന്ന് വളഞ്ഞുപോയി. സി ഇന്റഗ്രൽ 0 to R. ലോവർ ലിമിറ്റ് 0 ആണെങ്കിൽ പിന്നെ അപ്പർ ലിമിറ്റ് മാത്രം കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ r² dr ഇന്റഗ്രേറ്റ് ചെയ്താൽ സോ q ഈസ് ഈക്വൽ ടു 4π ρ0 r² ഇന്റഗ്രേറ്റ് ചെയ്താൽ വിൽ ഗെറ്റ് r³ by 3. അപ്പർ ലിമിറ്റ് ഞാൻ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞിട്ടോ, ലോവർ ലിമിറ്റ് 0 ആണ്. ഇനി r³ ഡിവൈഡഡ് ബൈ r-നെ ഇന്റഗ്രേറ്റ് ചെയ്താൽ യു വിൽ ഗെറ്റ് -r⁴ ഡിവൈഡഡ് ബൈ 4. ഡിനോമിനേറ്ററിൽ ഒരു r ഉണ്ട്, ഈ r-ഉം r⁴ കട്ട് ചെയ്തു പോയി, അപ്പോൾ മുകളിൽ r³ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ചാർജ് ഇസ് ഈക്വൽ ടു 4π ρ0 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 4 into r³ ദാറ്റ് ഇസ് 4r³ minus 3r³ ഹോൾ ഡിവൈഡഡ് ബൈ 12. 4r³ minus 3r³ ദാറ്റ് ഇസ് സിംപ്ലി r³. ഈ 4ഉം 12ഉം ക്യാൻസൽ ചെയ്യാം, അപ്പോൾ നമുക്ക് താഴെ 3 കിട്ടും. സോ q ഈസ് ഈക്വൽ ടു
pi rho 0 divided by 3 4r cube minus 3r cube, that is r cube whole, yes, r cube whole divided by yes 3 നമ്മൾ കൺസിഡർ ചെയ്തല്ലോ. യെസ്, ഇത്ര വരും ചാർജ്. ഇനി നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഇലക്ട്രിക് ഫീൽഡ് ഇസ് ഈക്വൽ ടു 1/4 pi epsilon 0. Instead of charge, I can use this equation pi rho 0 r cube divided by 3 into r square. ആ സ്ഫിയറിന്റെ ഔട്ട്സൈഡ് ഉള്ള ഏതോ ഒരു പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് r. സോ 4 അല്ല, പൈ ക്യാൻസൽ ചെയ്യാം. 4 into 3 12 വരും. So the final answer is electric field is equal to rho 0 r cube divided by 3 into 4, that is 12 epsilon 0 small letter r square. So rho 0 r cube divided by 12 epsilon 0 r square, that is option A is the right answer. നല്ല കോൺസെപ്റ്റ് ഉള്ള അടിപൊളി ക്വസ്റ്റൻ ആണ്. ജെയ്മെയിന് ചോദിച്ച ചോദ്യമാണ്. നല്ല കൺസെപ്റ്റ് ഉള്ള ക്വസ്റ്റൻ ആണ്, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തതിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റൻ നോക്കൂ. സ്പേസ് ബിറ്റ്വീൻ ടു കോൺസെൻട്രിക് കണ്ടക്ടിംഗ് സ്ഫിയർ ഓഫ് റേഡിയൈ A and B is greater than that of A, is filled with the medium of resistivity rho. The resistance between two sphere will be. നോക്കൂ, ഇത് ഡയഗ്രാം ജസ്റ്റ് ഒന്ന് കൺസിഡർ ചെയ്ത് നോക്കുക. സ്പേസ് ബിറ്റ്വീൻ ടു കോൺസെൻട്രിക് കണ്ടക്ടിംഗ് സ്ഫിയർ, രണ്ട് കോൺസെൻട്രിക് കണ്ടക്ടിംഗ് സ്ഫിയർ ഉണ്ട്. രണ്ട് കോൺസെൻട്രിക് കണ്ടക്ടിംഗ് സ്ഫിയർ, ഒന്നിന്റെ റേഡിയസ് എ, രണ്ടാമത്തിന്റെ റേഡിയസ് ബി, അതിൽ ബി ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് എ ആണ്. അപ്പൊ രണ്ട് സ്ഫിയർ ഇങ്ങനെയുള്ള, ഇത് സ്ഫിയർ ബി, ഇത് ഹോളോ ആണ്, ഹോളോ സ്ഫിയർ ആണ്, കോൺസെൻട്രിക് ആണ്. ഇത് സ്ഫിയർ ബി, ഇത് സ്ഫിയർ എ. ദ റേഡിയസ് ഓഫ് ബി ഈസ് ലിറ്റിൽ ബിറ്റ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് എ. And after that അവരെന്ത് പറഞ്ഞു? The space between the sphere is filled with a medium of resistivity rho. അപ്പോൾ ഇതിന്റെ ഇടയിലുള്ള സ്പേസ് ഒരു മീഡിയം വെച്ചിട്ട് ഒരു മെറ്റീരിയൽ കൊണ്ട് ഫിൽ ചെയ്തു. അപ്പോൾ അതൊരു ഇന്നർ റേഡിയസും ഔട്ടർ റേഡിയസും ഉള്ള, അതിന്റെ ഇടയിൽ ഒരു മെറ്റീരിയൽ മീഡിയം ഉള്ള സ്ഫിയർ ആയിട്ട് മാറി. അതിന്റെ റെസിസ്റ്റിവിറ്റി റോ ആണ്. അപ്പോൾ ഇത് സ്ഫിയർ ആണ് കേട്ടോ, സ്ഫിയർ ആണ്. അതിന്റെ ക്രോസ് സെക്ഷണൽ വ്യൂ ആണ് നമ്മൾ ഈ വരച്ചു വെച്ചേക്കുന്നത്. ഇനി ഇതിന്റെ റെസിസ്റ്റൻസ് ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ റെസിസ്റ്റൻസിന്റെ ജനറൽ ഇക്വേഷൻ എന്താ? R is equal to rho L divided by A. ഡയറക്റ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റൂല. ഫസ്റ്റ് വി ഹാവ് ടു കൺസിഡർ, എന്ത് ചെയ്യണം നമ്മളിടാ? ഒരു ചെറിയ സെഷൻ കൺസിഡർ ചെയ്യാം, ഒരു ചെറിയ സ്ഫിയർ കൺസിഡർ ചെയ്യാം. ഇതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ ഹോളോ സ്ഫിയർ കൺസിഡർ ചെയ്യാം. അതിൻ്റെ റേഡിയസ് ലെറ്റ് ഇറ്റ് ബി സ്മോൾ ലെറ്റർ r. ദാറ്റ് സ്മോൾ ലെറ്റർ r ഈസ് ഗ്രേറ്റർ ദാൻ a, ലെസ് ദാൻ b. ഈ തിക്നെസ് dr. ഈ r നമ്മൾ ഇത്രയും വരയ്ക്കുകയാണെങ്കിൽ ആ ആറിന്റെ മുകളിൽ ചെറിയൊരു ഗ്യാപ്പാണ് dr. അപ്പോൾ ഈ സ്ഫിയറിന്റെ തിക്നെസ് dr. എന്നിട്ട് ആ സ്ഫിയറിന്റെ റെസിസ്റ്റൻസ് ഫസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. സോ ആ സ്ഫിയറിന്റെ റെസിസ്റ്റൻസ്, സി ചെറിയ റെസിസ്റ്റൻസ് dr is equal to rho L by A. L എന്ന് പറഞ്ഞാൽ ലെങ്ത് ആണ്, ചാർജ് മൂവ് ചെയ്യുന്ന പോർഷന്റെ ലെങ്ത്. ചാർജ് മൂവ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കറണ്ട് പാസ് ചെയ്യുകയാണെങ്കിൽ ചാർജ് ഫ്ലോ ചെയ്യുമ്പോൾ ഇതിന്റെ ഇന്നർ സർഫസ് മുതൽ ഔട്ടർ സർഫസ് വരെയാണ് ചാർജ് ഫ്ലോ ചെയ്യുക. അപ്പോൾ ചാർജ് ഇസ് ഫ്ലോയിങ് ഫ്രം എ ടു ബി. അപ്പൊ ആ എ മുതൽ ബി വരെയുള്ള പോർഷനാണ് ഈ എൽ ആയിട്ട് വരിക. പക്ഷെ നമ്മളിപ്പോൾ ഒരു ചെറിയ സ്ഫിയർ കൺസിഡർ ചെയ്തു. അപ്പൊ അതിന്റെ ചാർജ് ഫ്ലോ ചെയ്യുന്നത് ഈ dr തിക്നെസ് ആണ്. ഈ സ്ഫിയറിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കറണ്ട് ഫ്ലോ ചെയ്യാണ്, dr തിക്നെസ്സിലാണ് ചാർജ് ഫ്ലോ ചെയ്യുക. അപ്പൊ എല്ലിന് പകരം നമ്മൾ dr യൂസ് ചെയ്യും. ഡിവൈഡഡ് ബൈ ഏരിയ 4π ഈ ഇമാജിനറി ഗ്രീൻ ഹോളോ സ്ഫിയർ, ഇതിന്റെ ഉൾഭാഗത്തുള്ള ഒരു ഹോളോ സ്ഫിയർ നമ്മൾ ഇമാജിനറി ആയിട്ട് കൺസിഡർ ചെയ്യും, സ്ഫിയർ കൺസിഡർ ചെയ്യുക. അപ്പൊ അതിന്റെ സർഫസ് ഏരിയ 4π സ്മോൾ ലെറ്റർ r². ഇന്റഗ്രേറ്റിംഗ് ഫ്രം എവിടുന്നാണ്? ആ പച്ച സ്ഫിയറിന്റെ സ്റ്റാർട്ടിങ് ആയിട്ട്, അതായത് ലോവർ ലിമിറ്റ് എവിടെ? ഇതാ ഇവിടെ മുതൽ ഇവിടെ വരെ അല്ലേ ആ പച്ച സ്ഫിയർ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുക. ഈ dr പിടിച്ച് വലുതാക്കിയാൽ ഇവിടെ വരെ ഇന്റഗ്രേറ്റ് ചെയ്യാം, വിച്ച് മീൻസ് ഫ്രം എ ടു ബി. ശരിയല്ലേ? ഇന്റഗ്രേറ്റിംഗ് ഫ്രം എ ടു ബി. സോ ഈ സൈഡും ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പൊ r is equal to rho into 1/4π integral r raised to -2 dr from a to b.
r raised to minus 2, x raised to n integrate x raised to n plus 1 by n plus 1, minus 2 plus 1 minus 1 divided by minus 1. So r is equal to minus 1 raised to minus 2 plus 1, that is minus 1 divided by minus 2 plus 1 minus 1 ഉണ്ടാവും. minus 1 divided by minus 1 minus എടുത്ത് പുറത്തേക്ക് കിട്ടും. Rho divided by 4 pi r raised to minus 1, that is 1 by r. 1 by r integrating from a to b. Rho divided by 4 pi minus under 1 by upper limit minus lower limit. ഈ മൈനസ് കൊണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ the resistance of the sphere is equal to rho divided by 4 pi, rho divided by 4 pi 1 by മൈനസ് കൊണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ 1 by a divided by 1 by a minus 1 by b. So this is the final answer. Rho divided by 4 pi 1 by a minus 1 by b. Rho divided by 4 pi 1 by a minus 1 by b, that is option 2 is the right answer. Got it? ഒരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് തരുന്നുണ്ട്. അപ്പോൾ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത് ഏതൊരു പോയിന്റ് മുതലാണ് എന്ന് നമുക്ക് എത്ര തിയറിയിൽ പറഞ്ഞു തന്നാലും നിങ്ങൾക്ക് മനസ്സിലാവില്ല. അത് മനസ്സിലാവണമെങ്കിൽ പ്രോബ്ലം ചെയ്ത് തന്നെ മനസ്സിലാക്കണം. അപ്പോൾ പ്രോബ്ലത്തിലൂടെയാണ് നമുക്കൊരു പ്രോബ്ലം ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത് ഏതൊരു പോയിന്റിൽ നിന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അല്ലാതെ നമ്മൾ എത്ര പറഞ്ഞു തന്നാലും പ്രാക്ടിക്കലി നമ്മൾ ചെയ്ത് നോക്കാതെ നമുക്കത് മനസ്സിലാവില്ല, നമുക്ക് ഡൈജസ്റ്റ് ആവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സ്യൂട്ടബിൾ എക്സാമ്പിൾസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സീരീസ് ആയിരുന്നു അതിൻ്റെ 3ാമത്തെ എപ്പിസോഡ് അഥവാ ഫൈനൽ എപ്പിസോഡാണ്. ഇതോടുകൂടി ഈ സീരീസ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇതിൻ്റെ പ്രീവിയസ് സീരീസുകളൊക്കെ ചാനലുണ്ട്, നിങ്ങൾക്ക് നോക്കി റെഫർ ചെയ്യാവുന്നതാണ്. അതൊക്കെ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോബ്ലം ഒറ്റയ്ക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഒറ്റയ്ക്ക് സോൾവ് ചെയ്തിട്ട് ആൻസർ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ലെക്ചറിൽ കാണാം. സോ ഇറ്റ്സ് മീ JB ഫ്രം സൈലം ലേണിംഗ്. ബൈ ആൻഡ് ഓൾ ദ ബെസ്റ്റ്.